ഞങ്ങൾ അബിഡ്സിൽ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് രാവിലെ പഞ്ചായത്തൻ കോളനി മാസൂമിയൻ ദാരു ഷഫ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വരാനൊരു പ്രത്യേക കാരണമുണ്ട്. ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യ അവസാനം കണ്ട് അത് റെക്കോർഡ് ചെയ്യണമെന്ന് ഞങ്ങളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ചില അറേഞ്ച്മെൻറ്റ്സൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സ്ഥലത്തെത്തിയിരിക്കുന്നത്. ബിരിയാണിയുടെ കൂട്ടുകളും കാര്യങ്ങളും നേരിട്ട് കണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഹൈദരാബാദിൽ വന്നാൽ ഹൈദരാബാദി ബിരിയാണി കഴിച്ചേ പറ്റൂ. വേണമെങ്കിൽ നമുക്ക് എറണാകുളത്ത് ലുലു മാളിലും കിട്ടും ഹൈദരാബാദി ബിരിയാണി. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇവിടെ വന്നാൽ ഇവിടത്തുകാർ ഇവിടെ വെച്ചുണ്ടാക്കുന്ന ബിരിയാണി കഴിക്കണം. അതുമാത്രമല്ല, അത് എങ്ങനെയാണ് അവരുണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവ, നമ്മളുടെ ബിരിയാണിയും അവരുടെ ബിരിയാണിയും തമ്മിൽ എന്താണ് വ്യത്യാസം, അതൊന്ന് നേരിട്ട് കണ്ട് അറിയണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ റഹ്മാൻ ഭായിയെ സമീപിച്ചത്. റഹ്മാൻ ഭായി ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി തന്നു. ഇവിടെ ദാരു ഷഫ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കല്യാണം നടക്കുകയാണ്. 125-200 പേര് പരമാവധി പങ്കെടുക്കുന്ന ഒരു വിവാഹ സൽക്കാരമാണ് വൈകുന്നേരം നടക്കാൻ പോകുന്നത്. ഇവിടെ പാചകം ആരംഭിക്കുകയാണ്. നമുക്ക് അതിൻ്റെ രംഗങ്ങളൊക്കെ പകർത്താം. പല സാധനങ്ങളുടെയും പേര് പറയുന്നത് ഞാൻ അടുക്കളയായിട്ട് അത്യാവശ്യം ബന്ധമുള്ള ആളാണെങ്കിലും ഈ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കുഴഞ്ഞു പോകും. എനിക്ക് മലയാളത്തിൽ തന്നെ കഷ്ടി ഓരോ സാധനങ്ങളുടെ പേര് അറിയാനേ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പലതും അവർ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ പറയുന്നത് അതുപോലെ തന്നെ കേട്ട് മനസ്സിലാക്കിക്കൊള്ളണം. എന്നെക്കൊണ്ട് കൂടുതൽ ഇത് തർജ്ജിമ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അറിയുന്ന കാര്യങ്ങൾ ഞാൻ അതുപോലെ തന്നെ പറയാം. ഓരോ ചേരുവകൾ അവർ ചേർത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ പാചക വിധികളിലേക്ക് കടക്കാം. കുറച്ച് ബിരിയാണി അവസാനം ഞങ്ങൾക്ക് തരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. തേങ്ങ ചിരകിയത് कोकोनट बोलते हैं ना, कोकोनट फली और एक किला था बारीक. ये फली कोबरा जो होता है पूरा साथ टुकड़ा तो ग्राइंडर में मिक्सिंग होता है. നക്കിബായാണ് ഇന്ന് ഇവിടുത്തെ പാചകത്തിൻ്റെ തലവൻ. ചെയ്യുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ പുള്ളിയാണ് 4-5 പേരുള്ള ടീമിൻ്റെ ലീഡർ പുള്ളിയാണ്. अभी छोटा फंक्शन है ये. बड़ा फंक्शन हो तो कितना होता है? आप कितना बड़ा फंक्शन के लिए किया हुआ है? 10,000 आदमी का कर सकते हैं, 8,000 आदमी का कर सकते हैं. आप करेगा? हाँ, पूरा आदमी है, बहुत आदमी है मेरे पास. हाँ. ये छोटा मोटा फंक्शन है, बड़ा फंक्शन का बहुत ज़्यादा फंक्शन 10,000 का करता है. हाँ, फंक्शन करते हैं, आदमियाँ बहुत है. पलट के ये छोटा आइटम है अपने पास. ज़्यादा एक चिकन में 100 आइटम बनता है उसमें. हाँ, एक चिकन में. आज कौन सा बिरयानी बना रहे? अभी चिकन बिरयानी है. चिकन बिरयानी और क्या क्या साथ में क्या क्या? चिकन बिरयानी, डबल का मिठा, दही की चटनी, सालन. 10,000 പേർക്ക് വരെ ഉള്ളത് പുഷ്പം പോലെ പുള്ളി ഉണ്ടാക്കി കളയും. ഇതിപ്പോൾ ചെറിയ ചീള് കേസാണ് പുള്ളിക്ക്. നമുക്ക് കാണാം എന്തായാലും തുടർന്ന്. മുളക്, മഞ്ഞൾ, ഇഞ്ചി, ഉപ്പ്, കല്ലുപ്പ്, ചെറുജീരകം, ഇറച്ചി, ഇത്രയും സാധനമാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അടുത്തത് പ്യാസ്, ഒനിയൻ, കൊത്തി നുറുക്കി വെച്ചിരിക്കുന്ന സവാള, ഹര മസാല, ധനിയ. മസാല പിടിപ്പിക്കുകയാണ്. ഈ ഒരു പാത്രത്തിൽ കാണുന്നത് 25 കിലോ ചിക്കനാണ്. അങ്ങനെ 2 പാത്രത്തിലായിട്ടാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. 50 കിലോ ചിക്കൻ ആണ് ഇപ്പോൾ പാകം ചെയ്യാൻ പോകുന്നത്. ഇതാണ് റഹ്മാൻ സാഹിബ്. 2 ദിവസമായിട്ട് ഞങ്ങൾക്ക് ഹൈദരാബാദിൽ വേണ്ട എല്ലാ സഹായവും ചെയ്തു തരുന്നത് ഇദ്ദേഹമാണ്. കല്യാണത്തിൻ്റെ ആദ്യത്തെ ദിവസം ഞങ്ങൾ കണ്ടു പരിചയപ്പെട്ടു. ഞാൻ യാത്രാവിവരണത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഇറാനി ചായ കുടിക്കാനെല്ലാം ഞങ്ങളെ കൊണ്ടുപോയത് റഹ്മാൻ സാഹിബാണ്. അത് കഴിഞ്ഞ് കല്യാണം ബിരിയാണി ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത് കാണണമെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള സൗകര്യം 2 ദിവസം എടുത്തിട്ട് അറേഞ്ച് ചെയ്ത് തന്നത് റഹ്മാൻ സാഹിബാണ്. हैदराबाद सिटी गाइड हूँ. मेरा नाम एस.एच. रहमान है. और यहाँ पर जितने भी केरला के, महाराष्ट्र के, कर्नाटक के एनीबॉडी जो आते तो मैं कोऑपरेट करता हूँ. जैसा कि हमारे जॉन सर आए हुए हैं, उनके साथ भी मैं थोड़ा कोऑपरेट किया हूँ. चार मीनार, मक्का मस्जिद, जैसा कि ईरानी चाय और बिस्किट वगैरह के ताल्लुक से
वो भी लेके गया, वहाँ पर भी बताया, वहाँ पर भी कोऑपरेट किया। അടുത്തതായി എണ്ണയിൽ വറുത്ത് വെച്ചിരുന്ന സവാള. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും എനിക്ക് തോന്നുന്നു ബിരിയാണിയിൽ ആയി കഴിഞ്ഞിട്ട് അതിന് മുകളിൽ വറുത്ത സവാള ഇടാറുണ്ട്. അത് തന്നെ ഇതിപ്പോൾ പാകം ചെയ്യാൻ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനിലേക്കാണ് അതിടുന്നത്. ചെറുതായിട്ട് നുറുക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായാണ് ഇടുന്നത്. 6 കിലോ തൈരാണ് ഇത്രയും ചിക്കനിന് ഇടുന്നത്. അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം അളവ്, മുളക്, മല്ലി, ഇഞ്ചി, മഞ്ഞൾ, ഇതൊക്കെ എത്രയാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്. അത് കണ്ട് നിൽക്കുന്നവർക്ക് അതൊരളവിൽ പുള്ളിയുടെ എക്സ്പീരിയൻസ് വെച്ച് പുള്ളി അങ്ങ് വെതറുകയായിരുന്നു. ഒരു 1/2 പാക്കറ്റോളം, ഏതാണ്ട് 1/2 കിലോയിൽ മുകളിൽ ഇതിലിട്ടിട്ടുണ്ട്. അത് വലിയ വലിയ പാചകക്കാരൊക്കെ പറയില്ലേ, ആവശ്യത്തിന് മുളക്, ആവശ്യത്തിന് മല്ലി, ആവശ്യത്തിന് ഉപ്പ് എന്ന് പറയില്ലേ, അതുപോലെ. ഒരു പക്ഷേ രുചിയോടുകൂടി ഒരു ബിരിയാണി തിന്നുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ നമ്മൾക്കറിയാത്ത ഒരുപാട് കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്. മസാലക്കൂട്ടുകളെല്ലാം കൃത്യമായിട്ട് അളവിൽ ചേർക്കുന്നതും ഇളക്കുന്നതും തീ കത്തിക്കുന്നതും മാത്രമല്ല പാചകം. ഇപ്പോൾ ചിക്കനും മസാലയും എല്ലാം പുരട്ടിയ മുഴുവൻ ഇൻഗ്രീഡിയൻസും ഇവിടെ വെച്ചപ്പോൾ അതിന് മുഴുവനായിട്ട് തുറന്ന് വെക്കാൻ പാടില്ല, എന്നാൽ വലിയ അടപ്പ് വെച്ചിട്ട് മൂടിക്കളയാനും പാടില്ല. അതിന് ചെയ്യുന്നത് ഇതുപോലെ നമ്മളുടെ കൊട്ട പോലെയുള്ള ഇത് വെച്ചിട്ട് ഭാഗികമായി അടക്കുക എന്ന് വെച്ചാൽ അതിനകത്തുള്ള സ്മെല്ല് അതിനകത്ത് നിൽക്കുകയും വേണം, അതേസമയം കുറച്ച് ആവി പുറത്തേക്ക് പോവുകയും വേണം. അത്തരത്തിലാണ് കൊട്ട കൊണ്ടാണ് അതിന് മൂടി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഈ പാചകത്തിനിടയ്ക്ക് വരുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. അത് ചിലപ്പോൾ ഒരു ബിരിയാണിയുടെ ടേസ്റ്റിനെ തന്നെ നന്നായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കാം. എന്തായാലും ഇത്രയും കണ്ടു നിൽക്കുകയാണ്, എന്നാൽ പിന്നെ അവർക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാനങ്ങ് ഇളക്കുകയാണ്. ഇളക്കി കഴിഞ്ഞിട്ട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഒന്നും കാണാതെ പട്ടര വെള്ളത്തിൽ ചാടൂലല്ലോ. ഇതൊക്കെ ഇളക്കി അത്യാവശ്യം പാചകമൊക്കെ പഠിച്ചിട്ട് ഞാൻ പതുക്കെ കേരളം വിട്ട് ഇവിടെ വന്ന് ഡെയിലി 1-2 ലക്ഷം ഹൈദരാബാദി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവിടെ കഷ്ടിച്ച് അങ്ങനെ ജീവിച്ചു പോകാനുള്ളൊരു ദുരുദ്ദേശം കൂടി എനിക്കുണ്ട്. അതിനുശേഷം ഓരോ കപ്പ് വെള്ളം ഒഴിച്ചു. ഇളക്കി വെച്ചിരിക്കുന്ന മസാല ചിക്കനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നഖി ഹുസൈൻ ഭായിനെ ശരിക്ക് കണ്ടുവച്ചോ എല്ലാവരും. പുള്ളിയുടെ നമ്പർ ഞാൻ താഴെ ഇടാം. നമ്മൾ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണണമെന്ന് വന്ന് കയറിയതൊരു പുലിമടയിലാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എല്ലാ त्योहार ഇറാഖ് കബ്ജാത്തെ त्योहार മൊഹറത്തിൻ്റെ സമയത്ത് ഇറാഖ്, ഇറാൻ, സിറിയ മുതലായ സ്ഥലങ്ങളിൽ 1 മാസം അദ്ദേഹത്തിൻ്റെ ക്രൂ പോയി അവിടെ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്ന അത്രയും തിരക്കുള്ള ഒരാളാണ്. അത്രയും അദ്ദേഹത്തിൻ്റെ ബിരിയാണിക്ക് ഡിമാൻഡ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ സിറിയയിലേക്ക് പ്രശ്നങ്ങൾ കാരണം പോകുന്നില്ല, പക്ഷേ ഇറാനും ഇറാഖും എല്ലാം മൊഹറത്തിനും അദ്ദേഹം പോയിരിക്കും. 4 മാസം ഇറാഖിലായിരിക്കും എന്നാണ് പറയുന്നത്. 4 त्योहार സമയത്ത് ഇറാനിലും ഇറാഖിലും പോകുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരാഴ്ച എല്ലാവരും കൂടി സഹകരിച്ചാൽ കേരളത്തിലും മറ്റോ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിന് വെച്ചൊരു ബിരിയാണി ഫെസ്റ്റിവൽ തന്നെ നടത്തേണ്ടതാണ്. ഓത്തൻറ്റിക് ഹൈദരാബാദി ബിരിയാണി അദ്ദേഹം ഉണ്ടാക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വിദേശ രാജ്യങ്ങളിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നത്. ഈ ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത് ജി ഗ്രെയിൻ 1121 XXL എന്ന് പറയുന്ന നീളമുള്ള അരിയാണ്. पकने के बाद लंबा लंबा होगा चावल. ഉപ്പ്, കറുകപ്പട്ട, ഏലക്കായ, ചെറിയ ജീരകം, ഇത്തരം സാധനങ്ങൾ തിളച്ച വെള്ളത്തിലേക്ക് ഇടുകയാണ്. അരി, വെന്ത അരി ഊറ്റിയെടുത്ത് നമ്മൾ മസാല തേച്ച് വെച്ചിരുന്ന മസാല മാത്രമല്ല, മസാലയും തൈരും എല്ലാം ചേർത്ത്
വെച്ചിരുന്ന ചിക്കനിലേക്ക്, അതിപ്പോൾ സീസൺഡ് ആയിട്ടുണ്ടാകും, ആ ചിക്കനിലേക്ക് ഇടുകയാണ്. ദമ്മാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ദം ബിരിയാണിയാണ്. അപ്പോൾ അടിയിൽ മുഴുവനും ചിക്കൻ മസാലയുണ്ട്, മുകളിൽ വേവിച്ച അരി. ഒരു മുഴുവൻ തവിയിൽ 1/2 കിലോ ഓയിൽ ഒഴിച്ചിട്ട് അത് നമ്മൾ ഈ അരിയുടെ മുകളിൽ വിതറുന്നു. ആ നിറം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാഫ്രൻ കളറാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. ഇനി ദമ്മാണ്. അപ്പോൾ നമ്മുടെ റൊട്ടിയുടെ ആട്ട വെച്ചിട്ട് ചെമ്പ് മൂടാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള ആട്ടയാണത്. ആട്ട വെച്ചിട്ട് ചെമ്പ് മൂടുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കാണാം, ഇപ്പുറത്തും അതുപോലെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. അത് ബോധപൂർവം ഇട്ടിട്ടുള്ള ഗ്യാപ്പാണ്. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വീണ്ടും ചൂടാക്കുമ്പോൾ ഉള്ളിൽ ചൂടായി ആവി നിറഞ്ഞ് അവസാനം ഇത് ബേസ്റ്റ് ചെയ്ത് പുറത്തേക്ക് വരും. അതിന് പകരം ചെറുതായിട്ട് ചൂട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ദ്വാരമാണ്. ചെമ്പ് വായ അടച്ചതിന് ശേഷം അടുപ്പിലേക്ക് എടുത്തു വെക്കുന്നു. ബിരിയാണി ചെമ്പിൻ്റെ ഈ ഷേപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അടിയിൽ നിന്ന് ഇവിടം വരെ ഉരുണ്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലോപ്പിലുള്ളത്. ഈ ഷേപ്പ് പ്രത്യേകത ഉണ്ട്, അത് ആവശ്യമുള്ളതാണ്. ഇത് വൈകുന്നേരത്തെ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 3 മണി 4 മണി വരെ നിൽക്കണം. അതിനിടയ്ക്ക് ഉച്ചഭക്ഷണം കഴിക്കാമെന്നൊക്കെ ഞങ്ങൾ കരുതുമ്പോഴേക്കും നക്കിബായി തന്നെ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ചെമ്പ് നേരത്തെ പൊട്ടിച്ച് അതിൽ നിന്ന് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഹൈദരാബാദി ബിരിയാണി കിട്ടുമെന്നുള്ളൊരവസ്ഥയിലെത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി കാത്താൽ മതി. ദം ബിരിയാണി പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഒരു മനുഷ്യന് കാണാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ദം ബിരിയാണി ഉണ്ടാക്കണം. ഇത്രയും ഫ്രഷായിട്ട് ഒരു ചെമ്പ് പൊട്ടിച്ച് ദം പൊട്ടിച്ചിട്ട് മുമ്പ് ഒരിക്കലും ഞാൻ കേരളത്തിൽ നിന്ന് പോലും ഒരു ബിരിയാണി കഴിച്ചിട്ടില്ല. അതിപ്പോൾ ഹൈദരാബാദിൽ വന്നിട്ട് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ്. ഇനി ഇതിലൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഹൈദരാബാദ് ബിരിയാണി നമ്മുടെ നാട്ടിലേക്കാളും ഈ റൈസ് വളരെ സോഫ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെങ്ങനെയാണ് സോഫ്റ്റ്നെസ് വരുത്തിയെന്ന് ചോദിച്ചപ്പോൾ നാരങ്ങ ഒഴിക്കാറുണ്ട്, സാധാരണ നാരങ്ങ നീര്. ഇത് നാരങ്ങ തൊട്ടിട്ടില്ല, ഞാൻ അവസാനം കണ്ടു നിന്നതാണ്. നാരങ്ങ നീരൊന്നും ഒഴിച്ചിട്ടില്ല. ആ തൈര്, അതിലൊഴിച്ചിട്ടുള്ള തൈര് മാത്രമാണ് അതിൻ്റെ രഹസ്യമെന്നാണ് പുള്ളി പറയുന്നത്. എന്തായാലും ഞാൻ ഇനി പിടിച്ചു നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. റെഡിയാ. ഹൈദരാബാദി ദം ബിരിയാണി അവസാനം നിന്ന് ഉണ്ടാക്കിച്ച് ദം പൊട്ടിച്ച് ഇത്രയും ഫ്രഷായിട്ട് കഴിച്ചു, മനസ്സ് നിറഞ്ഞ് കഴിച്ചു. അതൊക്കെ ജീവിതത്തിൽ എപ്പോഴും കിട്ടുന്ന അനുഭവങ്ങളല്ല. എന്തായാലും കൂടുതൽ രസകരമായിട്ടുള്ള വീഡിയോകളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.